കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ലക്ഷക്കണക്കിന് പേരുടെ പെൻഷൻകാരുടെയും സർക്കാർ ജീവനക്കാരുടെ സമര സംഘടന കേരള എൻജിഒ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി മുൻപ് പാളയം രക്തസാക്ഷി മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ചവന്മാർ ഈ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ കഴിഞ്ഞ 9.5 കൊല്ലമായി പറ്റിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള ആരോപണങ്ങളുമായി അവർ നമ്മളിവിടെ കിടന്നുകൊണ്ട് 2016 മെയ് മാസം ശ്രീ പിണറായി വിജയൻ അധികാരമേൽക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു. ആ സർക്കാരിന്റെ പേര് UDF സർക്കാർ എന്നും ഉമ്മൻചാണ്ടി സർക്കാർ എന്നുമായിരുന്നു. ആ സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളുടെ പെരുമഴ അത് മാറ്റിക്കൊണ്ട് സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും. 2016 മെയ്യിൽ ശ്രീ ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയതിനു ശേഷം കഴിഞ്ഞ 9.5 കൊല്ലമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. പ്രിയമുള്ളവരെ, ഉമ്മൻചാണ്ടിയുടെ അധികാരം വിട്ടുപോകുമ്പോൾ നമുക്ക് ക്ഷാമബദ്ധവും കുടിശ്ശികയിലായിരുന്നു. 2016 മെയ്യിൽ ഉമ്മൻചാണ്ടി പോകുമ്പോൾ 2016 ജനുവരിയില് DA പോലും തീർത്ത കുടിശ്ശിക തീർത്ത് തന്നിട്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി പോയത്. അപ്പോൾ ഇത് 2025 നമുക്ക് എത്ര കുടിശ്ശിക? ഇപ്പോൾ 6 ഗഡു കുടിശ്ശിക ഉണ്ടായിരുന്നപ്പോൾ 1 ഗഡു DA തന്നു. പക്ഷെ വീണ്ടും 5 ഗഡു DA കുടിശ്ശിക. ഏത് കാലഘട്ടത്തിൽ നോക്കിയാലും 5ഉം 6ഉം 7ഉം ഗഡു കുടിശ്ശിക എടുക്കുന്നു. ഈ 7 ഗഡു കുടിശ്ശിക എന്ന് പറയുമ്പോൾ 6 ഗഡു കുടിശ്ശിക എന്ന് പറയുമ്പോൾ ഏകദേശം ശമ്പളത്തിന്റെ 20%. ശമ്പളത്തിന്റെ 20% എന്ന് പറഞ്ഞാൽ 5 മാസം ശമ്പളം വാങ്ങുമ്പോൾ 1 മാസം ശമ്പളം കൊടുക്കില്ല. അതാണ് നമ്മുടെ നോട്ടീസിൽ പറഞ്ഞത് അപ്രഖ്യാപിത സാലറി ചലഞ്ച്. ഈ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കി മഴ നനഞ്ഞു കുളിച്ച് മുഖ്യമന്ത്രിയുടെ വീടിന് മുമ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുക. മന്ത്രിമാരും പറഞ്ഞു ധൈര്യമായിട്ടൊന്ന് പണിമുടക്കോ, 32, 70, 100 പണിമുടക്കോ. നമ്മുടെ സർക്കാർ വന്നാൽ മൊത്തം പണം നിങ്ങൾക്ക് തരും. 32 വോട്ട് ഒരു ദിവസത്തെ പൈസ കിട്ടി. ഒരു സർക്കാർ തട്ടിയെടുത്ത ആനുകൂല്യം തരാനുള്ള ബാധ്യത മറ്റൊരു സർക്കാരിനില്ല എന്ന് കേരളത്തിന്റെ സിവിൽ സർവീസ് തലകൂടി തെളിയിച്ചതാണ്. അതുകൊണ്ട് എൻജോയ് യൂണിയൻകാര് അവിടെ നിങ്ങളടുത്ത് പറയും, നിങ്ങളുടെ സർക്കാരെങ്കിലും വന്നാൽ ഇനി തരുമല്ലോ എന്ന്. അപ്പൊ നിങ്ങൾ പറയും, എന്ത് പറയും? ഞങ്ങളുടെ സർക്കാർ വന്നാൽ ഞങ്ങളത് വാങ്ങിച്ചു തരുമെന്ന്. നടക്കില്ല. 2 മാസമുണ്ട്. കേറി മൂലക്കിരിക്കാതെ ഈ ഈ ത്രിവർണ്ണ പതാകയുടെ കീഴിൽ അണിനിരന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് പണിമുടക്കണം. 32 ദിവസം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഒന്ന് പണിമുടക്കല്ലേ? ജയിലിൽ പോയതല്ലേ? മുദ്രാവാക്യം വഹിച്ചല്ലേ? പോലീസിന് അടികൊണ്ടതല്ലേ? ഒരുമിച്ച് താമസിച്ചതല്ലേ? ഒരുമിച്ചായിരുന്നില്ലേ? മൂവർണ്ണക്കൊടിയും ചെമ്പടിയും ഒരുമിച്ച് പിടിച്ചുകൊണ്ട് റോഡിലൂടെ സമരം നടത്തി മുന്നോട്ട് പോയ പാരമ്പര്യമില്ലേ ഈ കേരളത്തിന്റെ സിവിൽ സർവീസിന്? അതുകൊണ്ട് 2 മാസം സമയം തരാം. മൂലയ്ക്ക് കയറി ഇരിക്കാതെ ഈ ത്രിവർണ്ണക്കൊടിയുടെ ചുവട്ടിലൊരു ചുവന്ന കൊടിയുമായി ഇറങ്ങി സമരം ചെയ്ത് ഈ പിണറായി വിജയന്റെ കീശയിൽ നിന്നും തട്ടിയെടുത്ത് കൊണ്ടുപോയതെല്ലാം തിരിച്ചു പിടിക്കാൻ ഉള്ള ഒരു ശേഷിയായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ മാറണം. ആ മാറ്റത്തിനുള്ള തുടക്കമായി ഈ സമരങ്ങൾ മാറണം. ആ തരത്തിലേക്ക് നമ്മുടെ ചിന്തകൾ മാറണം. എല്ലാം തട്ടിയെടുക്കുക നൈസായിട്ടാണ്.
ഒരുത്തൻ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ അത് ഓടിച്ചെന്ന് കല്ലുകൊണ്ട് തലക്കടിച്ച് പിച്ചാത്തി കൊണ്ട് കുത്തി പോക്കറ്റിൽ നിന്ന് പൈസ വീട്ടുകൊണ്ട് പോകുന്നതിനേക്കാൾ നൈസായി തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ് ഈ സർക്കാർ. പ്രളയം വന്നപ്പോൾ അതാന്നും പറഞ്ഞ് നമ്മൾ തുടങ്ങിയതാ. പ്രളയമല്ലയോ പിന്നിങ്ങി വിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ പ്രളയവും കഴിഞ്ഞ് കോവിഡും കഴിഞ്ഞ് കീവിടും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴും കാശ് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അറിയുന്നില്ല. ജീവനക്കാരൻ അറിയാതെ ജീവനക്കാരന്റെ പോക്കറ്റിൽ നിന്നും പോക്കറ്റ് അടിച്ചു കൊണ്ടുപോയി നമ്മുടെ മുഖത്ത് നോക്കി കൊഞ്ഞണം കുത്തി ചിരിക്കുന്ന ഈ സർക്കാരിനെതിരെ ഇനി സമരമല്ലാതെ മറ്റു മാർഗം എന്താണ്? തൊഴിലാളി സർക്കാർ എന്ന് പറഞ്ഞ് തൊഴിലാളിയുടെ പാർട്ടി എന്നറിഞ്ഞ് അധികാരത്തിലെത്തിയവർ ഇന്ന് കേരളത്തിലെ സർക്കാർ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാൻ ഇവിടെ ഒരു വാനും ഒരു വരുണും ഒക്കെ കൊണ്ടിട്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് പിണറായി സർക്കാരിനോട്, കേരളത്തിലെ സർക്കാർ ജീവനക്കാരനെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചാൽ ഇന്ന് നിങ്ങൾക്ക് സംരക്ഷണം തരുന്ന പോലീസുകാരും സർക്കാർ ജീവനക്കാരാണ്. അവരും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുൾപ്പെടെയുള്ളവർ ഒറ്റക്കെട്ടായി ഈ പിണറായിയുടെ മതിലുകൾ ചവിട്ടിപ്പൊട്ടിച്ചകത്ത് കയറുന്ന സാഹചര്യമുണ്ടാവും. കേരളത്തിലെ സർക്കാർ ജീവനക്കാരനെ ഇല്ലായ്മ ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇവിടെ ഒരു ശക്തിക്കും കഴിയില്ല. വരുന്ന നാളുകളിൽ ഈ ഇടതുപക്ഷ സർക്കാരിനെ മാറ്റി ഈ ഇടതുപക്ഷ സർക്കാരിനെ അറബിക്കടലിലേക്ക് തൂത്തെറിഞ്ഞുകൊണ്ട് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വരികയും ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രിസഭയും ഒരു മുഖ്യമന്ത്രിയും ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ മാറ്റാൻ ഈ പിണറായി സർക്കാരിനെ താഴെ ഇറക്കുവാൻ വരും ദിവസങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും ഈ ധർമ്മ സമരങ്ങളിൽ പങ്കെടുത്ത് വൻ വിജയമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സൗത്ത് നോർത്ത് ജില്ലകളുടെ എല്ലാവിധ അഭിവാക്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് എൻജിഒ അസോസിയേഷൻ. സർക്കാർ ജീവനക്കാരോട് കാണിക്കുന്ന ഈ നീതികേടിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സർക്കാർ ജീവനക്കാരോട് ഇത്രയും നീതികേട് കാണിച്ച ഒരു ഗവൺമെന്റും കേരളത്തിൽ ഭരിച്ചിട്ടില്ല. അത്രയ്ക്ക് നീതികേടാണ് സർക്കാർ ജീവനക്കാരോട് കാണിക്കുന്നത്. ഞങ്ങൾ ഈ മാർച്ചിനോടനുബന്ധിച്ച് ഇവിടെ സംസാരിപ്പിച്ച് അവസാനിച്ചത് തന്നെ ശരിക്കും പറഞ്ഞാൽ കൊള്ളക്കാരുടെ ജോലിയാണ് സർക്കാർ ചെയ്യുന്നത്. ജീവനക്കാരൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസയാണ് അടിച്ചുകൊണ്ട് പോകുന്നത്. അല്ലാതെ ഞങ്ങൾക്കൊരു പുതിയ ആനുകൂല്യം തരുന്നതിന് അല്ലെങ്കിൽ കിട്ടാത്തതിന് എതിരെ അല്ല ഞങ്ങളുടെ പ്രക്ഷോഭം. ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ DA, ഞങ്ങൾക്ക് കിട്ടുന്ന ലീവ് സറണ്ടർ, ഞങ്ങൾക്ക് കിട്ടാനുള്ള കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ അരിയ, പുതിയ ശമ്പള പരിഷ്കരണം തുടങ്ങി ഞങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ശരാശരി കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ്റെ 10 ലക്ഷം രൂപയോളം അടിച്ചു മാറ്റി എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഏകദേശം ഒരു മാസം 20% തുക ശമ്പളം കുറച്ചാണ് തരുന്നത്. അത് 5 മാസമാകുമ്പോൾ ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ കിട്ടാത്തതിന് തുല്യമാണ്. 10 മാസമാകുമ്പോൾ 2 മാസത്തെ ശമ്പളം കിട്ടുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ഒരു ഗവൺമെൻറ്റും ഇത്തരത്തിൽ സമീപനം എടുത്തിട്ടില്ല. ഏറ്റവും വളരെ ഗൗരവമായ ഒരു വിഷയമെന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബദ്ധയുണ്ട്. ക്ഷാമബദ്ധ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർ കൊടുക്കുന്ന ക്ഷാമബദ്ധയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും കൊടുക്കുന്നത്. അതേ പ്രാബല്യ തീയതിയിലും അതേ റേറ്റിലുമാണ് കൊടുക്കുന്നത്. ഇവിടെ 2021 മുതൽ ഞങ്ങൾക്ക് അനുവദിച്ച 5 ഗഡു ക്ഷാമബദ്ധ, ആ 5 ഗഡു ക്ഷാമബദ്ധയിലും കേന്ദ്ര നിരക്ക് മുൻകാല പ്രാബല്യം തന്നിട്ടില്ല. ഓരോ പ്രാവശ്യവും ആദ്യത്തെ പ്രാവശ്യം 39 മാസം, പിന്നെ 39 മാസം, പിന്നെ 39 മാസം, പിന്നെ 37 മാസം, ഇപ്പം 33 മാസം, ഇങ്ങനെ 187 മാസത്തെ ഞങ്ങളുടെ DA കുടിശ്ശിക ഈ സർക്കാർ കവർന്നെടുത്തു. അതിൽ മാത്രം 1,27,000 രൂപ ഒരു ക്ലാസ് 4 ജീവനക്കാരൻ, ഏറ്റവും താഴെയുള്ള ഒരു ജീവനക്കാരന് 1,27,000 രൂപ ആ ഇനത്തിൽ മാത്രം സർക്കാർ പിടിച്ചു വച്ചിരിക്കുകയാണ്. അതിനെ പോക്കറ്റടിച്ചെന്ന് ഞങ്ങൾക്ക് പറയാം, അത് കട്ടെടുത്തു എന്ന് പറയാം. അപ്പോൾ ഈ ലെവലിൽ ബുദ്ധിമുട്ടിച്ച ഒരു കാലഘട്ടം ഒരിക്കലും കേരള ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ, ജീവനക്കാരുടെ കാലഘട്ടത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി ഇത് കണ്ടെന്നാണോ കണ്ടില്ലെന്ന് നടിക്കുകയാണോ? മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം ബോധ്യമാണ്. ഇതൊക്കെ പറയുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധി എന്നൊരു വാക്ക് പറഞ്ഞ് ഞങ്ങളതിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു പോകാൻ ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ദൂർത്ത് നടത്താനും ബാക്കി കാര്യങ്ങൾ നടത്തി പോകാനും ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. സാമ്പത്തിക പ്രതിസന്ധി ഏത് രീതിയിലാണ്? ഞങ്ങൾക്കറിയാം കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി. ഞങ്ങൾ സർക്കാർ ജീവനക്കാരാണ്. ഞങ്ങളാണ് ഇതിനകത്ത് GST ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർ. ഇവിടെ കിട്ടുന്ന വരുമാനം RT ഓഫീസിലും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും കിട്ടുന്ന ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എത്രയോ വട്ടമായി കൂട്ടിയ ഭൂനികുതി, വസ്തുനികുതി, അതുപോലെ മറ്റ് നികുതികളും സെസ്സും
അധിക സെസ്സും ടാക്സുമൊക്കെ അധികം വർദ്ധിപ്പിച്ച് വരുമാനത്തിന് ഒരു കുറവുമില്ല, വരുമാനം വർദ്ധിപ്പിച്ച ഒരു ഗവൺമെൻറ്റാണ് ഇത് എന്ന് വളരെ കൃത്യമായി തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ 3 വാർഷിക കണക്കനുസരിച്ച് 3 വർഷത്തിലെയും കണക്കനുസരിച്ച് 3 വർഷവും വരുമ്പോൾ വരുമാനം വർദ്ധിക്കുകയും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെലവ്, സർക്കാർ ജീവനക്കാരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെലവ് കുറഞ്ഞു വരികയും ചെയ്യുന്ന ആദ്യ ഗവൺമെൻറ്റാണ്. കാരണം എല്ലാ വർഷവും ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള ചെലവ് വർദ്ധിച്ചാണ് വരാറ്. ഏത് ഗവൺമെൻറ് വന്നാലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും വർദ്ധിച്ചാൽ വരാറ്. കഴിഞ്ഞ 3 കൊല്ലമായി ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കുറവ് വരുന്ന ഒരു ഗവൺമെൻറ്റാണത്. അതായത് വരുമാനം കൂടുന്നുണ്ട്, പക്ഷേ ജീവനക്കാരൻ്റെ ശമ്പളത്തിൽ നിന്നും പിടിച്ചിട്ടയ്ക്കുന്നത് കൊണ്ട് അവർക്ക് വരുമാന എക്സ്പെൻഡിച്ചർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കുറയുന്നു. ഇത് വളരെ ക്ലിയറാണ്, വ്യക്തമായ കണക്കുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികം സ്ഥിതി മെച്ചപ്പെടാത്തത് കൊണ്ടല്ല നമുക്ക് തരാത്തത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് ഒരു ശത്രുതാ മനോഭാവം കാണിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് പിണറായി സർക്കാർ എന്നുള്ളത് വളരെ വ്യക്തമാണ്.